കുറച്ചു നേരം ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. എന്താ പറ്റി? എന്താ ഈ ആലോചിക്കുന്നത്? ഓ, ഞാൻ പിള്ളേരുടെ കാര്യം ആലോചിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം ഓണത്തിന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, മക്കളും കൊച്ചുമക്കളും എല്ലാം. ഈ വർഷം എന്താണെന്നൊന്നും അറിഞ്ഞുമില്ല. വരുമോ? ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ ഏതായാലും ഞാൻ. ഒന്ന് വിളിച്ചേ മോനെ ഒന്ന് വിളിച്ചേ. കഴിഞ്ഞ വർഷം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഓണമൊക്കെ അല്ലേ അടുത്ത് വരുന്നത്. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷമാകും. ഒന്ന് വിളിച്ച് ചോദിക്കും. ആ മോനെ, അമ്മയാടാ. എന്തുകൊണ്ട് വിശേഷം? എന്താ ഈ ലീവിന്റെ കാര്യമൊക്കെ? വരുന്നുണ്ടോ ഓണത്തിന്? ആണോ? അയ്യോ, ഞങ്ങളിവിടെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. ഇനിയിപ്പോൾ എന്തോ ചെയ്യും. അങ്ങനെ നടക്കട്ടെ മോനെ, എന്തോ ചെയ്യാനാ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. കഴിഞ്ഞ ഓണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു, സന്തോഷമായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ഉള്ളൂ, ആരും ഇല്ല വരാൻ. ശരി, ആയിക്കോട്ടെ, നടക്കട്ടെ. ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ, കുഴപ്പമില്ല. അവനെന്തോ പറഞ്ഞു വിളിച്ചിട്ട്? വരുന്ന ലക്ഷണം വല്ലതും ഉണ്ടോ? അവധി വല്ലതും കിട്ടുമോ? എന്താ പറഞ്ഞേ? അവര് 11-ാം തീയതി എങ്ങാണ്ട് ലീവ് കിട്ടി വരുമെന്ന്, നാട്ടിലോട്ട് വരുമെന്ന്. വന്നാലവര് അവിടെ വീട്ടിലോട്ട് പോവാന്ന്. പിന്നെ പിള്ളേരെയും കൊണ്ട് 2-3 ദിവസം എങ്ങാണ്ടൊക്കെ കറങ്ങാൻ പോണം. പിന്നെ എങ്ങാണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാന്ന്. പിള്ളേരെ കാഴ്ചകളൊക്കെ കാണിക്കണം, അതിന് പോവാന്ന് പറഞ്ഞു. ഞാനൊന്നും നിർബന്ധിക്കാൻ പോയില്ല, അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങോട്ട് ഈ വർഷം ഇല്ലെന്ന് ആ പറച്ചിലിൽ എനിക്ക് തോന്നിയത്. കഴിഞ്ഞ വർഷം എല്ലാവരും ഉണ്ടായിരുന്നു, പിള്ളേരും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു രസം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഓണം, ക്രിസ്മസ്, ഈസ്റ്ററൊക്കെ വരുമ്പോൾ മക്കൾ ജോലിക്കാരുണ്ടെങ്കിൽ അവരൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ, വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ അവധി കിട്ടി വീട്ടിൽ വരുമ്പം അച്ഛൻ്റെ കൂടെയും അമ്മയുടെയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പം അവർക്കൊക്കെ ഒരു സന്തോഷം. മക്കളൊക്കെ കൂടെ ഉണ്ടല്ലോ. കാരണം ചെറുപ്പകാലത്ത് മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തു. മക്കളൊക്കെ വളർന്ന് പ്രായമായി അവരവരുടെ വഴി തിരിഞ്ഞപ്പം മക്കളുടെ കൂടെ ഒരു 10 ദിവസം താമസിക്കുന്ന അമ്മയ്ക്കും നിളയ്ക്കൊക്കെ ആഗ്രഹമുണ്ട്, അല്ലെ? മക്കളൊന്ന് കൂടെ താമസിക്കുന്നുണ്ട്. അവർക്ക് ആ ചിന്തയൊന്നും ഇല്ലല്ലോ. അവരിഷ്ടം പോലെ ചെയ്യട്ടെ. ഇപ്പം എന്തോ ചെയ്യാം, നമ്മളിപ്പോൾ എന്നാ പറയാനാ? വളരെ ആഗ്രഹത്തോടെ ഇരുന്നതാണ്. പിള്ളേർ വരുമല്ലോ എന്നുള്ള ആ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, അവരിഷ്ടം പോലെ തന്നെ ചെയ്യട്ടെ. അവരിപ്പം മാസം തോറും ശകലം പൈസ അയച്ചു തരും. അച്ഛനും അമ്മയും ഇനിയും വീട്ടിൽ ഇരുന്ന് കഴിച്ചുണ്ടെങ്കിൽ ഇരുന്നുണ്ടാൽ മതിയെന്ന് അവർ ധരിക്കുന്നത് അങ്ങനെ. പക്ഷെ അവരൊന്നും ചിന്തിക്കുന്ന, അവരും ഈ ഒരു അവസ്ഥയിൽ അല്ല, ഈ ഒരു സമയം അവർക്കും ഉണ്ടാകും. അവരും പ്രായമാകും. പ്രായം കഴിഞ്ഞ് അവരുടെ മക്കളും പ്രായമാകും. അവരുടെ മക്കൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് ഇവരെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് അവരുടെ മക്കളും കൂടെ വന്ന് 10 ദിവസം താമസിക്കണമെന്നും മക്കളോട് സന്തോഷത്തോടെ കഴിയണമെന്നും അവർക്ക് തോന്നുന്ന ഒരു സമയം, ഒരു കാലം വരും. ഇത് ഒരാൾക്ക് തന്നെയല്ല, എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നമ്മളിപ്പോൾ എന്താ പറയാനാ? അവനിപ്പം അവധിക്ക് വന്ന് അവിടെ വീട്ടിലോട്ട് പോകുന്നെങ്കിൽ അവിടെ പോയി താമസിക്കണം. കാരണം അവിടെ വീട്ടിൽ പോകണമല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ വന്നാൽ പോരാല്ലോ. പക്ഷേ ഒന്ന് ചിന്തിക്കണം, പ്രായമുള്ള തന്തയും തള്ളയും ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ തന്തയും തള്ളയും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. പിന്നെ അവിടെ വീട്ടിൽ അവിടെ അനിയത്തിയുണ്ട്, അവിടെ ആങ്ങളയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്താണ് ഇഷ്ടം പോലെ ചെയ്യട്ടെ. നമ്മളിപ്പോൾ എന്നാ പറയാൻ? തുണി വല്ലതും വാങ്ങിക്കണേ പൈസ ഇട്ടേക്കാവുന്ന. നമുക്ക് എവിടെ പോയിട്ട് തുണിയാ? നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന നമുക്ക് എന്തിനാ തുണി? കുറെ തുണി കിട്ടാൻ എടുക്കാനാ. അതായിപ്പോ എല്ലാം കുറെ തുണി, ഓണത്തിന് കുറെ തുണി എടുക്കും. എന്തെടുക്കാനായത്?
ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് അലമാരിക്കകത്ത് മടക്കി എടുത്ത് അവിടെ വെക്കും, അത് അവിടെ ഇരിക്കും. പിന്നെ ഇതിനെ കുറേ തുണി ഇങ്ങോട്ട് കിട്ടിയിട്ട്. ആ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ പറഞ്ഞു, അല്ലാതെ ഞാൻ എന്തോ പറയാനാ. പോട്ടെ, സാരമില്ല. ഒരു എല്ലാ വർഷവും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ വിശേഷ ദിവസവും ഉണ്ട്. വിഷു ഉണ്ട്, ഓണമുണ്ട്, നബിദിനമുണ്ട്. ഓരോ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് അവർക്ക് വിദേശത്തു നിന്ന് അവധി കൊടുക്കുന്നത്. ശരിയാ. പക്ഷെ 10 ദിവസം അവധി കിട്ടുമ്പം അത് പ്രായമുള്ള അപ്പൻ്റെയും അമ്മയുടെയും കൂടെ വന്നിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുകയും 2 ദിവസം അവരുടെ കൂടെ ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഓണം. അതാണ് ക്രിസ്തുമസ്, അതാണ് വിശേഷ ദിവസങ്ങൾ. അല്ലാതെ മാതാപിതാക്കൾ പ്രായമായി അവർ നാട്ടിൽ കിടക്കുന്നു, മക്കൾ വിദേശത്ത് കിടക്കുന്നു, മാസാമാസം അവരുടെ കാണുമ്പോൾ പോലെ ഇച്ചിരി പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, അല്ലെ ഓണത്തിന് തുണി എടുക്കാൻ പറയുന്നു. ഇതൊന്നും അല്ല ഒരു ആഘോഷം. ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെയുള്ള, അല്ലെ വിദേശത്താണെങ്കിൽ അല്ലെ ദൂരെ ഒരു സ്ഥലത്താണെങ്കിൽ വന്നു അപ്പനെയും അമ്മയും അപ്പനെയും അമ്മയും എന്ന് കണ്ടു സംസാരിച്ചു പോകുന്നു. അതാണ് സന്തോഷം, അതാണ് സമ്മാനം. അല്ലാതെ ഇവർ ആണ്ടിലാണ്ടി കുറെ തുണി വാങ്ങിച്ചുകൊണ്ട് നിന്നിട്ട് എന്തോ ചെയ്യാനാ? ആരെടുക്കാനാ? പ്രായമായ നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മളെവിടെ പോയിട്ട് എടുക്കാനാ തുണിയൊക്കെ? അതാണ് അവരുടെ രീതി, അവരുടെ സന്തോഷം അതാണ് അവർ കാണുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ വന്ന് 10 ദിവസം നിൽക്കണം എന്നുള്ളതാണ്. അതാണ് ഓണം, അതാണ് സന്തോഷം. അടുത്ത വർഷം നമ്മളുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? അതൊന്നും അവരിപ്പോൾ ചിന്തിക്കത്തില്ല അച്ഛാ. അവർക്ക് പ്രായമായി അവരുടെ മക്കൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറിയത്. അതേ അളവിൽ അവർക്കും തിരിച്ച് കിട്ടുമെന്ന് ആ പ്രായം വരെ അവർ കാത്തിരിക്കണം. അപ്പോഴേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. സാരമില്ല, പോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനിപ്പോൾ എന്താ പറയാനാ, എന്നാ വന്നില്ല. ഏതായാലും ഇവിടെ നമ്മൾ രണ്ടും അവശേഷിച്ചു. വിശേഷ ദിവസം വന്നാലും അല്ലേലും ഉള്ളതും കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. അല്ല ഇപ്പം എന്താ ചെയ്യാനാ? പോട്ടെ, സാരമില്ല.